Toon Bells. എന്താണ് ഭയ്യ നിങ്ങൾ ഈ പറയുന്നത്? പക്ഷികളുടെ മുട്ടകളെല്ലാം നിങ്ങളിങ്ങനെ നശിപ്പിച്ചാൽ ഈ കാട്ടിലെ പക്ഷികളെല്ലാം ഇല്ലാതാകില്ലേ? ആ കഴുകന്റെ വാക്കുകൾ അധികം കേൾക്കണ്ട. എനിക്ക് അയാളെ അത്ര വിശ്വാസമില്ല. ഒരു കൗശലക്കാരൻ. സുന്ദർപൂർ എന്ന കാട്ടിലെ ഒരു വലിയ പേരാൽ മരത്തിനു മുകളിൽ മനോഹരമായ ഒരു കൂടുണ്ടായിരുന്നു. അവിടെ 7 ബാസ് സഹോദരന്മാരും അവരുടെ ഒരേയൊരു ഓമന സഹോദരിയും താമസിച്ചിരുന്നു. ചേട്ടാ, വീട്ടു കഴിക്കാവൊന്നുമില്ലല്ലോ. ഇന്ന് വെയിൽ തെളിഞ്ഞു, മഴ പെയ്യുന്നുമില്ല. നിങ്ങൾ പോയി ഭക്ഷണത്തിന് എന്തെങ്കിലും ഏർപ്പാട് ചെയ്യൂ. ആ നേരത്ത് ഞാൻ കൂട് വൃത്തിയാക്കി വെള്ളം എടുത്തു വരാം. നീ പറയുന്നത് ശരിയാണ് ബെന്നോ. ഞങ്ങൾ ഇരതേരി പോകാം. നീ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്തോളൂ. സഹോദരന്മാരെ വേട്ടയാടാൻ അയച്ചതിനു ശേഷം ബെന്നോ ഒരു മൺപാത്രവുമായി തടാകത്തിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്നു. അപ്പോഴാണ് തടാകക്കരയിലിരുന്ന് ചത്ത ഒരു മൃഗത്തെ തിന്നുന്ന വയസ്സായ ഒരു കഴുകനെ അവൾ കാണുന്നത്. കഴുകൻ കാക്ക, ഒരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. ഇതൊരു ശുദ്ധജല തടാകമാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് തിന്നാൻ പാടില്ലായിരുന്നു. ഇതിന്റെ ബാക്കി വെള്ളത്തിൽ വീണാൽ വെള്ളം മുഴുവൻ ചീഞ്ഞു പോകില്ലേ? വല്ലാതെ നാവുയർത്തുന്നുണ്ടല്ലോ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? നോക്കൂ കാക്ക, ഞാൻ തെറ്റായെന്നും പറഞ്ഞിട്ടില്ല. പ്രായത്തിൽ നിങ്ങൾ എന്നേക്കാൾ വലിയവനായിരിക്കാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അതിനർത്ഥമില്ല. എൻ്റെ സഹോദരന്മാർക്ക് വെള്ളം കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. നിങ്ങളോട് സംസാരിച്ച് എൻ്റെ മനസ്സ് മോശമാക്കാൻ എനിക്ക് താല്പര്യമില്ല. വെള്ളം നിറച്ച് ബെന്നോ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അല്ലയോ ബെന്നോ, നിന്റെ 7 സഹോദരന്മാരുടെ കാര്യത്തിൽ നിനക്ക് വലിയ അഹങ്കാരമാണല്ലോ. നോക്കിക്കോ, ഒരു ദിവസം നിന്റെ ഈ അഹങ്കാരം ഞാൻ തകർക്കും. ആരുടെ ബലത്തിലാണോ നീ എല്ലാവരോടും വഴക്കിടുന്നത്, ആ സഹോദരന്മാർ തന്നെ നിന്റെ ശത്രുക്കളാകും. അയ്യേ, പോ. നിങ്ങളെപ്പോലെയുള്ള കഴുകന്മാരുടെ ചിന്താഗതി ഒരിക്കലും മാറില്ല. നിങ്ങളെക്കാൾ എത്രയോ നല്ലവരാണ് ഞങ്ങൾ ബാസുകൾ. അധ്വാനിച്ച് ഇര പിടിച്ച് ഞങ്ങൾ വിശപ്പടക്കും. നിങ്ങളാകട്ടെ ഓരോ മൃഗവും ചാവാനായി കാത്തിരിക്കും, എന്നിട്ട് ആ ചീഞ്ഞ മാംസം തിന്നും. ആ മാംസം പോലെ തന്നെ നിങ്ങളുടെ ചിന്തയും ചീഞ്ഞതാണ്. കഴുകനെ കുറച്ച് കടുപ്പമുള്ള വാക്കുകൾ കേൾപ്പിച്ചതിനു ശേഷം ബെന്നോ വെള്ളമുമായി തന്റെ കൂട്ടിലേക്ക് മടങ്ങി. കുറച്ചു കഴിഞ്ഞ് ബെന്നോയുടെ 7 സഹോദരന്മാരും തടാകത്തിന് മുകളിലൂടെ പറന്നു പോകുമ്പോൾ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന കഴുകനെ അവർ കാണുന്നു. കഴുകൻ കാക്ക, ഇന്നത്തെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് നടന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത്ര സുഖമായി വെയിൽ കായുന്നത്. അതെ ചേട്ടാ, നമ്മുടെ ആഹാരമൊക്കെ കഴിഞ്ഞു. വയറു നിറയെ നല്ല മധുരമുള്ള വെള്ളവും കുടിച്ചു. ഇനി ഞാൻ പകൽ മുഴുവൻ ഇവിടെ വിശ്രമിക്കാൻ പോവുകയാണ്. നിന്റെ കാര്യം പറ. നിന്റെ 7 സഹോദരങ്ങൾക്കും പെങ്ങൾക്കും വേണ്ടി ആഹാരം ശരിയാക്കിയോ ഇല്ലയോ? അല്ല കാക്ക, എന്തു പറയാനാ. മഴ നിന്നതുകൊണ്ട് ഇന്ന് കുറേ മൃഗങ്ങളും പക്ഷികളും തീറ്റ തേടി പുറത്തിറങ്ങുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ ഞങ്ങൾക്ക് സുഖമായി വേട്ടയാടാമായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് വലിയ വേട്ടയൊന്നും കിട്ടിയില്ല. ആകെ ഈ പാവം നായക്കുട്ടിയെ മാത്രമേ കിട്ടിയുള്ളൂ. ഇന്ന് ഇത് തിന്ന് വിശപ്പടക്കേണ്ടി വരും. ശരി കാക്ക, ഞങ്ങൾ ഇറങ്ങുന്നു. ശരി, ഇന്ന് കിട്ടിയത് വെച്ച് കഴിക്കൂ. പക്ഷെ പേടിക്കണ്ട, ഈ കാക്ക നിങ്ങളുടെ കൂടെയില്ലേ? നാളെ ഞാൻ നിങ്ങളെ പക്ഷികൾ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന ഒരു മരത്തിലേക്ക് കൊണ്ടുപോകാം. ആ മുട്ടകൾ കഴിച്ചാൽ നിങ്ങളുടെ ദിവസം ഉഷാറാകും. ശരി കാക്ക. 7 സഹോദരന്മാരും ഇരയുമായി കൂട്ടിലെത്തി മാംസം പാകം ചെയ്യാൻ സഹോദരിയെ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട അനിയത്തി, ഇന്ന് നീ ഇത് തന്നെ പാകം ചെയ്യ്. നാളെ പക്ഷിക്കുഞ്ഞുങ്ങളെയും മുട്ടകളെയും തരാമെന്ന് കാക്ക വാക്ക് തന്നിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു. എന്താണ് ഭയ്യ നിങ്ങൾ ഈ പറയുന്നത്? പക്ഷികളുടെ മുട്ടകളെല്ലാം നിങ്ങളിങ്ങനെ നശിപ്പിച്ചാൽ ഈ കാട്ടിലെ പക്ഷികളെല്ലാം ഇല്ലാതാകില്ലേ? ആ കഴുകന്റെ വാക്കുകൾ അധികം കേൾക്കണ്ട. എനിക്ക് അയാളെ അത്ര വിശ്വാസമില്ല. ഒരു കൗശലക്കാരൻ. ബന്നോ പറയുന്നത് ശരിയാണ്. പാവം പക്ഷിക്കുഞ്ഞുങ്ങളെ കൊന്നാൽ അവരുടെ വംശം തന്നെ ഇല്ലാതാകും. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. വേട്ടയാടുന്നത് നമ്മുടെ വിശപ്പ് മാറ്റാൻ മാത്രമാകണം. അതൊരു വിനോദമാക്കരുത്. ആ 7 പേരിൽ മധ്യസ്ഥനായ ബാസ് മാത്രമാണ് സഹോദരിയുടെ വാക്കുകളെ മാനിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും പക്ഷിക്കുഞ്ഞുങ്ങളെയും മുട്ടകളെയും തിന്നണമെന്നായിരുന്നു ആഗ്രഹം.
അടുത്ത ദിവസം കഴുകൻ ഈ സഹോദരന്മാരെ പക്ഷികളുടെ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് പക്ഷിക്കുഞ്ഞുങ്ങളെയും മുട്ടകളെയും മോഷ്ടിച്ച് അവർ തിരികെ വരുന്നു. ഇതാ ബെന്നോ, ഇന്നത്തെ ഭക്ഷണമായി. നമ്മി ഇത് വേഗം പാകം ചെയ്യ്, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. ദേഷ്യത്തിൽ പിറുപിറുത്തുകൊണ്ട് ബെന്നോ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ വിരൽ മുറിയുന്നതും വായിൽ നിന്നൊരു നിലവിളി പുറത്തുവരുന്നതും. അയ്യോ, ഇതെന്താ പറ്റിയത്? ഇനിയിപ്പോ ഭയ്യ എന്റെ മുറിഞ്ഞ വിരൽ കണ്ടാൽ വെറുതെ ബഹളം ഉണ്ടാക്കും. മുറിഞ്ഞ വിരൽ ഒളിപ്പിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും ആ കൈയിൽ നിന്ന് കുറച്ചു തുള്ളി രക്തം ഭക്ഷണത്തിൽ കലർന്നു. സത്യം പറയൂ ബെന്നോ, നീ ഇന്ന് ഭക്ഷണത്തിൽ എന്താണ് ചേർത്തത്? ഇതിന് ഇത്രയും രുചി വരാൻ? അയ്യോ ഭയ്യ, ആ പഴയ മസാലകൾ തന്നെയാണ് ഇന്നും ചേർത്തത്. അതിലാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇളയവൻ പറയുന്നത് ശരിയാണ്. ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയുണ്ട്. ഇതിലെന്തോ ഒന്നുണ്ട്. ബെന്നോ, ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ ഭക്ഷണത്തിൽ എന്താണ് മാറ്റമുള്ളത്? ബെന്നോ കുറച്ചുനേരം ചിന്തിച്ചു നിന്നു. അപ്പോഴാണ് തന്റെ വിരൽ മുറിഞ്ഞ കാര്യം അവൾ ഓർത്തത്. അവൾ വിരൽ ഒളിപ്പിച്ചു. ബെന്നോ, നിന്റെ വിരലിൽ ഇതെന്താ പറ്റിയത്? ഒന്ന് കാണിച്ചേ. അത് ഭയ്യ, ഇന്ന് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തിരക്കിനിടയിൽ കത്തി കൊണ്ട് വിരൽ മുറിഞ്ഞു. ആ വെപ്രാളത്തിൽ ഒന്നും മനസ്സിലായില്ല. വിരലിൽ നിന്ന് കുറച്ചു തുള്ളി ചോര ഭക്ഷണത്തിൽ വീണുപോയി. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിന്റെ രുചിക്ക് കാരണം നിന്റെ ആ മുറിവാണോ? എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. നോക്കിയപ്പോൾ കഴുകൻ കാക്ക അവരുടെ കൂട്ടിലെത്തിയിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അല്ല ബെന്നോ, നീ എന്തിനാണ് കാക്കയോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇന്ന് നമ്മൾ കഴിച്ച ആ രുചിയുള്ള ഭക്ഷണത്തിന് കാരണം ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. കാക്കയ്ക്കും വിളമ്പിക്കൊടുക്കൂ. നമ്മുടെ അനിയത്തി എത്ര നന്നായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹവും അറിയട്ടെ. സഹോദരന്റെ വാക്ക് കേട്ട് ബെന്നോ മിണ്ടാതെ കഴുകനും ഭക്ഷണം വിളമ്പി. സമ്മതിക്കണം, ഭക്ഷണം അതിഗംഭീരമായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. കാക്ക, ഈ രുചിയുടെ രഹസ്യം എൻ്റെ അനിയത്തിയാണ്. അവൾക്കൊരു മുറിവ് പറ്റിയിരുന്നു. അതാണ് ഈ ഭക്ഷണത്തിന് ഇത്രയും രുചി നൽകിയത്. എങ്കിൽ ബെന്നോ മോളെ, അടുത്ത തവണ നിനക്ക് മുറിവേൽക്കുമ്പോൾ ആ ഭക്ഷണം എനിക്കും കൂടി തരണേ. ഈ രുചി എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കഴുകന്റെ വാക്കുകൾ കേട്ട് ബെന്നോ ദേഷ്യത്തോടെ അയാളെ നോക്കി. കഴുകൻ വളരെ കൗശലക്കാരനാണെന്നും തന്റെ സഹോദരന്മാരുടെ മനസ്സിൽ വിഷം നിറയ്ക്കുകയാണെന്നും അവൾക്കറിയാമായിരുന്നു. അടുത്ത ദിവസം വീണ്ടും അവർ വേട്ടയ്ക്കിറങ്ങി. പക്ഷെ എത്ര തിരഞ്ഞിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷിക്കൂടുകൾ നേരത്തെ തന്നെ നശിപ്പിച്ചതുകൊണ്ട് കാട് മുഴുവൻ അലഞ്ഞിട്ടും അവർക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. സാരമില്ല ഭയ്യ, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് ഇര കിട്ടിയില്ലെങ്കിൽ എന്താ, നാളെ നമുക്ക് വയറ് നിറയെ ആഹാരം കഴിക്കാം. പിറ്റേന്നും അതുതന്നെ സംഭവിച്ചു. ഒരിര പോലും കിട്ടിയില്ല. ഇങ്ങനെ 3 ദിവസം കടന്നുപോയി. 7 സഹോദരന്മാരും വിശന്ന് തളർന്നു. എന്താ ഇപ്പൊ കാക്കയെ സദ്യക്ക് വിളിക്കാറില്ലേ? കാക്ക, നിങ്ങൾക്ക് സദ്യയുടെ കാര്യമേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ വിശന്ന് ചാകാറായ അവസ്ഥയിലാണ്. 3 ദിവസമായി ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ട്. ബാസിന്റെ സങ്കടം കേട്ട് കഴുകൻ കൗശലത്തോടെ ചിരിക്കാൻ തുടങ്ങി. ലോകത്തിൽ വിശപ്പിനേക്കാൾ വലുതായ ഒരു ബന്ധവുമില്ല. വയറ്റിൽ വിശപ്പ് വരുമ്പോൾ അതൊന്ന് മാറ്റിയല്ലേ പറ്റൂ. സ്വന്തം പെങ്ങളുടെ കൈപുണ്യം നിറഞ്ഞ ആ മധുരമുള്ള ഭക്ഷണം നീ മറന്നു കാണില്ലല്ലോ. കാക്ക, ആ രുചി മരിക്കുന്നത് വരെ എനിക്ക് മറക്കാൻ കഴിയില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവളുടെ രക്തത്തിന്റെ ഒരു തുള്ളി വീണപ്പോൾ തന്നെ ഭക്ഷണം ഇത്ര രുചിയുള്ളതായെങ്കിൽ ബെന്നോയെ തന്നെ പാകം ചെയ്താൽ അതെത്ര രുചിയായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. വിശപ്പുകൊണ്ട് സഹോദരന്മാരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അവർ കഴുകന്റെ വാക്കുകളിൽ വീണുപോയി.
അതുകൊണ്ട് ആ പരുന്തുകൾ കഴുകന്റെ വാക്കുകളിൽ വീഴുന്നു. സ്വന്തം പെങ്ങളെ ഭക്ഷിക്കാൻ തീരുമാനിച്ച ശേഷം അവർ തിരിച്ച് തങ്ങളുടെ കൂട്ടിലെത്തുന്നു. ഭയ്യ, എന്ത് തന്നെയായാലും ബെന്നോ നമ്മുടെ കൂടപ്പിറപ്പല്ലേ. നമുക്ക് സ്വന്തം കൈകൊണ്ട് അവളെ കൊല്ലാൻ കഴിയില്ല. എനിക്കൊരു പരുന്തിനെ അറിയാം. അവൻ ബെന്നോയെ കൊന്നുതരും. അത് കഴിഞ്ഞ് നമുക്ക് അവളെ തിന്നാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? 7 സഹോദരങ്ങളും ആ ചെറിയ പരുന്തിന്റെ വാക്ക് സമ്മതിക്കുന്നു. എല്ലാവരും ചേർന്ന് സ്വന്തം പെങ്ങളെ മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നു. ശേഷം ആ ചെറിയ പരുന്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. കുറച്ചു കഴിഞ്ഞ് പരുന്ത് ബന്നുവിന്റെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ ആ സഹോദരങ്ങൾക്കെല്ലാവരും ഒരു വലിയ നിലവിളി ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ സഹോദരിയെ കൊന്നു. പക്ഷെ മരിക്കുന്നതിന് മുൻപ് അവൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അവളെ തിന്നുന്നത് വഴി തൻ്റെ സഹോദരന്മാരുടെ വിശപ്പ് മാറുമല്ലോ എന്നോർത്ത് അവൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് അവൾ പറഞ്ഞത്. പരുന്തിന്റെ വാക്കുകൾ കേട്ട് സഹോദരന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ബെന്നോയെ ഓർത്തു. ബെന്നോയെ തിന്നുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ 7 സഹോദരന്മാരും വിശന്ന് മരിക്കുന്നതായിരുന്നു. ഇങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെ വന്നു? വലിയൊരു പാപമാണ് ഞങ്ങൾ ചെയ്തത്. ദൈവം ഒരിക്കലും ഞങ്ങളോട് ക്ഷമിക്കില്ല. ആ കത്തി ഇങ്ങ് തരൂ. എനിക്ക് എൻ്റെ ജീവൻ നൽകി പ്രായശ്ചിത്തം ചെയ്യണം. മൂത്ത സഹോദരൻ മരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു. അപ്പോഴാണ് ബെന്നോ അകത്തെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ സഹോദരിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇതെല്ലാം അനിയൻ ബാസും ബന്നോയും ഞാനും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു. നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയായിരുന്നു ഇത്. ഞങ്ങളോട് ക്ഷമിക്കൂ അനിയത്തി. ആ നീചനായ കഴുകനാണ് ഞങ്ങളുടെ മനസ്സിൽ ഈ ദുഷ്ടചിന്തകൾ നിറച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാപത്തിന് മുതിർന്നത്. ആ കഴുകനെ ഞാൻ വെറുതെ വിടില്ല. 7 സഹോദരന്മാരും ചേർന്ന് കഴുകനെ ആക്രമിച്ചു. പ്രായമായ കഴുകന് ആ ആക്രമണം താങ്ങാനായില്ല. അയാൾ ചത്തുവീണു. പിന്നീട് ആ 7 സഹോദരന്മാരും തങ്ങളുടെ ഏക സഹോദരിയോടൊപ്പം സ്നേഹത്തോടെ ആ കൂട്ടിൽ കഴിഞ്ഞു. അല്ല, ഇതെന്ത് മായാജാലമാണ്? ഇതാണ് ഈ കണ്ണാടിയുടെ മാജിക്. ഈ കണ്ണാടിയിൽ പ്രതിബിംബം കാണാൻ സാധിക്കുന്നത് നല്ല മൃഗങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ രണ്ടുപേരും മോശം മൃഗങ്ങളല്ലേ, അതുകൊണ്ടാണ് നമ്മളിതിൽ കാണാത്തത്. ഡ്രീംലാൻഡ് കാട്ടിൽ എല്ലാ പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു സിംഹം, ഒരു ആന, കഴുകനായിരുന്നു നോക്കി നടത്തിയിരുന്നത്. അതുകൊണ്ട് കാട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുമായിരുന്നു. അവരിൽ ഒരു ചോട്ടുമാൻ ആയിരുന്നു കുസൃതിയും ബഹളവും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഒരു ദിവസം ചോട്ടുമാനെ കാണാൻ കൂട്ടുകാരൻ മോണ്ടു കുരങ്ങൻ വന്നു. അല്ല മോട്ടു ബംഗർ, നീ ഇവിടെ? അതെ, എനിക്ക് നിന്റെ ഓർമ്മകൾ തന്നു. പിന്നെ പറ, നിന്റെ കാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം നന്നായി പോകുന്നു. കുറെ മാസങ്ങളായി ആരും തമ്മിൽ വഴക്കൊന്നും കണ്ടില്ല. സിംഹവും ആനയും പരുന്തും കൂടി ചേർന്നാണ് കാട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് ശരി, ഇത് നോക്ക്, നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നതെന്ന്. ഈ കണ്ണാടി നിങ്ങളുടെ വനത്തിൽ അരാജകത്വം സൃഷ്ടിക്കും. ആണോ? അതിന് മാത്രം എന്താ ഈ കണ്ണാടിയിലുള്ളത്? ഒരു മിനിറ്റ്. മോണ്ടു കുരങ്ങൻ ആ കണ്ണാടി മരത്തിൽ ചാരി വെച്ചു. ഇനി നീ കണ്ണാടിയുടെ അടുത്തേക്ക് വാ. ചോട്ടുമാൻ ആ കണ്ണാടിയുടെ മുമ്പിൽ വന്നു. പക്ഷെ അതില് അവനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, ഇതെന്ത് മായാജാലമാണ്? ഇതാണ് ഈ കണ്ണാടിയുടെ മാജിക്. ഈ കണ്ണാടിയിൽ പ്രതിബിംബം കാണാൻ സാധിക്കുന്നത് നല്ല മൃഗങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ രണ്ടുപേരും മോശം മൃഗങ്ങളല്ലേ, അതുകൊണ്ടാണ് നമ്മളിതിൽ കാണാത്തത്. അത് ശരി, പിന്നെ നമുക്കിതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനം ഇതാണ്, ഈ കണ്ണാടിയുടെ മുമ്പിൽ ഏതെങ്കിലും നല്ല മൃഗങ്ങൾ വന്നാൽ അവരപ്രത്യക്ഷരാവും. പിന്നെ ഈ കണ്ണാടിയിൽ നിന്നും അവനെപ്പോലെ തന്നെയുള്ള ഒരു മോശം മൃഗം പുറത്തേക്ക് വരും. ഇത് കൊള്ളാലോ. അത് ശരി, വാ, ഈ കണ്ണാടി എടുത്ത് നീ എൻ്റെ കൂടെ വാ. ചോട്ടുമാൻ മോണ്ടു കുരങ്ങനെ നേരെ ആനയുടെ അടുത്ത് കൊണ്ടുപോയി. ആ സമയത്ത് ആന തറയിൽ നിന്നും പുല്ല് തിന്നുകയായിരുന്നു. ആനരാജാവേ, ആനരാജാവേ, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അതാരാണ്? അപ്പോഴേക്കും ആന തിരിഞ്ഞു നോക്കി. അപ്പോ കണ്ണാടിയില് ആനയ്ക്ക് ആനയെ തന്നെ കാണാൻ പറ്റി.
ഇതെന്താ നിങ്ങളെന്താ എന്നെ കണ്ണാടി കാണിക്കുന്നത്? അത് നിങ്ങൾ ഉടനെ തന്നെ അറിയും ആന മഹാരാജാവേ. അപ്പോഴേക്കും ആന അപ്രത്യക്ഷമായി. എന്നിട്ട് കണ്ണാടിയിൽ നിന്നും അവനെ പോലെ ഇരിക്കുന്ന ഒരു ആന പ്രത്യക്ഷപ്പെട്ടു. മുഖമായി ഇവിടെ പുല്ലും തിന്നുകൊണ്ടിരുന്ന എന്നെ നിങ്ങൾ എന്തിനാണ് ശല്യപ്പെടുത്തിയത്? ഏയ്, ഞങ്ങളെപ്പോഴാ ശല്യപ്പെടുത്തിയത്? എന്നിട്ട് ആന ചോട്ടുമാനെയും മോട്ടു കുരങ്ങനെയും 2 പേർക്കും ഓരോ ഇടി കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പോയി. സമയം മെനക്കെടുത്താനായി ഓരോന്ന് വന്നോളും. അല്ല, ഇങ്ങേർക്ക് ഇതെന്താ സംഭവിച്ചത്? അയാള് നമ്മളെ എങ്ങനെ ഉപദ്രവിച്ചത്? അത് മോശം മൃഗമായതുകൊണ്ടാ. നമുക്ക് കാട്ടിലേക്ക് പോയി മറ്റുള്ള മൃഗങ്ങളെ എല്ലാം ഇതുപോലെ ചെയ്യാം. അത് കൊള്ളാം. വാ, നമുക്ക് സിംഹത്തിന്റെ അടുത്തേക്ക് പോവാം. അവര് 2 പേരും ആ കണ്ണാടിയും കൊണ്ട് സിംഹത്തിന്റെ അടുത്ത് പോയി. സിംഹരാജൻ, ഒന്ന് നോക്കിയേ, അങ്ങേ ഈ കണ്ണാടി കാണാൻ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് ഈ കണ്ണാടി എവിടെ നിന്നാ കിട്ടിയത്? ഇത് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന കണ്ണാടിയല്ലേ? ഇങ്ങനെ പറഞ്ഞ് സിംഹം അപ്പൊ അപ്രത്യക്ഷമായി. അതിനു പകരം വേറൊരു സിംഹം പ്രത്യക്ഷപ്പെട്ടു. ഇത് കൊള്ളാലോ, ഒരു മാനും ഒരു കുരങ്ങനും. ഇന്ന് നല്ല രസമായിരിക്കും. അയ്യോ, ഇത് നമ്മളെ തിന്നുന്നതിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. വേഗം ഓടിക്കോ. അവര് 2 പേരും ഓടുന്നു ഓടി. സിംഹം എന്നിട്ട് കാട്ടിലോട്ട് പുറപ്പെട്ടു. അവിടെ നോക്കിയപ്പോ കുറുക്കൻ വേറെ ഏതോ മൃഗത്തിന്റെ മാംസം തിന്നുകയായിരുന്നു. കുറുക്ക, ഈ മാംസം എനിക്ക് വേണം. നിനക്ക് വേണമെങ്കിൽ നീ വേറെ കണ്ടെത്തിക്കോ. ഇല്ല സിംഹരാജൻ, ഇത് ഞാൻ വേട്ടയാടി കണ്ടെത്തിയതാണ്. ഒരു രാജാവായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ഇവിടുന്ന് പോക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ആയിരിക്കും വേട്ടയാടി കഴിക്കുക. ഇത്രയും പറഞ്ഞ് സിംഹം ഗർജിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറുക്കൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊന്നും അത്ര നല്ലതല്ല സിംഹരാജൻ. ഇപ്പുറത്ത് അപ്പോഴേക്കും ആനയും കാട്ടിലെത്തി. അവൻ നോക്കുമ്പോൾ മരത്തിൽ ടീനുകിളി സ്വന്തം കൂട്ടിൽ കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നത്. ഏയ് പക്ഷി, നീ എന്തിനാ ഈ മരത്തിന്റെ മുകളിൽ കൂടുണ്ടാക്കിയത്? ആന രാജാവേ, നിങ്ങൾ ഇത് എന്താണ് ഈ പറയുന്നത്? എന്റെ കിളിക്കൂട് എത്രയോ നാളായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് ഈ മരത്തിന്റെ ചില്ലകൾ കഴിക്കണം. ഞാനിത് മുറിക്കാൻ പോവാണ്. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ ആന മരത്തിനെ കുലുക്കാൻ തുടങ്ങി. അയ്യോ ആന രാജാവേ, ഇതെന്താ ചെയ്യുന്നത്? എന്റെ വീട് നശിച്ചു പോകും. ആന നിന്നില്ല. എന്നിട്ട് ആന 2-3 പ്രാവശ്യം കുലുക്കി ആ മരത്തിനെ വീഴ്ത്തി. മരം വീണതോടെ ടീനുകിളിയുടെ കൂടും താഴത്തോട്ട് വീണു. ആന രാജാവേ, നിങ്ങളിത് ചെയ്തത് ശരിയല്ല. നിന്റെ കൂട് താഴെ വീഴ്ത്താൻ പറ്റിയതിൽ ഞാൻ സന്തോഷവാനാണ്. ഇനി എനിക്ക് സമാധാനമായി ഈ മരത്തിന്റെ ചില്ലകൾ കഴിക്കാം. ആനയും സിംഹവും കൂടി എല്ലാ മൃഗങ്ങളെയും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും കൂടെ അവരുടെ പ്രശ്നം പറയാൻ കഴുകന്റെ അടുത്ത് വന്ന് സഭ ചേർന്നു. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ സിംഹത്തിനും ആനയ്ക്കും എന്തു പറ്റി? ഇവർ 2 പേരും രാജാവായിരുന്നിട്ടും മോശം കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഇനി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ചെയ്യണേ? ശരി, സോനുപ്രാവ് പോവൂ. ചെന്നിട്ട് 2 പേരോടും പറയേ പരുന്ത് രാജാവ് അവരെ വിളിക്കുന്നെന്ന്. സോനു കാക്ക അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ആനയും സിംഹത്തിനെയും തടാകത്തിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണും. എത്ര തന്നെ ഭീകരത കാണിച്ചിട്ടും അധികാരം കിട്ടുന്നില്ലല്ലോ. പറയേ, ഇനി എന്ത് ചെയ്യുന്ന? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നമ്മൾ 2 പേരും ചേർന്ന് ഈ കാടിനെ ആക്രമിക്കാം. എല്ലാം നമുക്ക് നശിപ്പിച്ചു കളയാം. അതെ, അത് വളരെ നന്നായിരിക്കും. പെട്ടെന്ന് ധൃതിയിൽ പറന്നുകൊണ്ട് ആ സോനു കാക്ക അവരുടെ അടുത്തെത്തി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് 2 പേർക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? ഇപ്പൊ ചോട്ടുമാനും മോണ്ടു കുരങ്ങനും മനസ്സിൽ ഒരുപാട് സന്തോഷമായി. ഇപ്പൊ നല്ലൊരു തമാശ കാണാം. ആനയും സിംഹവും ഓടി ഓടി സഭയുടെ അടുത്തോട്ട് വരികയായിരുന്നു. കാലാവസ്ഥയും ശരിയല്ലായിരുന്നു.
മഴയാണെങ്കിൽ പെയ്യാൻ തുടങ്ങുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എത്തിയോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ആനയും സിംഹവും മറ്റു മൃഗങ്ങളെ വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇപ്പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ണാടി കൈന്ന് താഴെ വീണു. അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ ഒരു കമ്പ് പൊട്ടി അതിന്റെ മേൽക്ക് വീണു. അങ്ങനെ കണ്ണാടി പൊട്ടി. കണ്ണാടി പൊട്ടിക്കഴിഞ്ഞപ്പോ ശരിക്കുള്ള ആനയും സിംഹവും തിരിച്ചു വന്നു. അതെ ആന, നീ ഞാൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ കാര്യം തന്നെ അറിയില്ല, ഞാൻ എവിടെയായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. മറ്റുള്ള മൃഗങ്ങളെ കണ്ടാലേ ബാക്കി അറിയൂ എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്. രണ്ടുപേരും ഓടി സഭ കൂടിയ സ്ഥലത്ത് വന്നു. നോക്കുമ്പോ അവരെ പോലെ ഇരിക്കുന്ന ആനയും സിംഹവും കൂടി ചേർന്ന് മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. നിർത്ത്. അല്ല, ഇതെന്താ? 2 സിംഹം 2 ആന, ഇതെങ്ങനെ സംഭവിച്ചു? ശരിക്കുള്ള ആനയും സിംഹവും കൂടെ ചേർന്ന് അവരുടെ അടുത്ത് മുട്ടാൻ പോയി. മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വ്യാജ സിംഹവും ആനയെ അപ്രത്യക്ഷമാകും. ഇതെന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിനൊക്കെ കാരണം ചോട്ടുമാൻ അവന്റെ കൂട്ടുകാരൻ കുരങ്ങനുമായി ഇങ്ങോട്ട് വന്നിരുന്നു. ഒരു മാന്ത്രിക കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ രൂപസാദൃശ്യമുള്ള 2 പേരെ കാട്ടിലേക്ക് അയച്ചു. അവർ വന്ന് കാട് നശിപ്പിക്കാനും കാട്ടിലെ മൃഗങ്ങളെ ആക്രമിക്കാനും തുടങ്ങി. ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ദേഷ്യം വന്നു. എന്നിട്ട് എല്ലാരും ചോട്ടുമാനെയും മോണ്ടു കുരങ്ങനെയും ഇടിച്ചു. പ്രിയ പിള്ളേരെ, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. കുശുമ്പ് കാണിക്കുക, മറ്റുള്ളവരെ ചെന്ന് ദ്രോഹിക്കുക, ഇതെല്ലാം ചെയ്താൽ കഷ്ടമാണ്. നമുക്ക് നല്ലതൊന്നും ഉണ്ടാവാൻ പോണില്ല.